ഫിദലിന് ലോക ജനതയുടെ രക്തപുഷ്പങ്ങൾ. ഫിദൽ കാസ്ട്രോവിൻ്റെ അനുസ്മരണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഹവാനയിൽ ഇപ്പോൾ വെനസ്വേലയുടെ പ്രതിനിധിയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് രാഷ്ട്ര നേതാക്കന്മാരും വിവിധ സംഘടനകളുടെ നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് പ്രതിനിധികളും ഒക്കെ ക്യൂബയിലേക്ക്, ഹവാനയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം ക്യൂബൻ ജനതയും തങ്ങളുടെ രാഷ്ട്രനായകനായ ലോക വ്യക്തിത്വത്തിന് അവസാനമായി ഒരു പിടി ചാർത്ത് നൽകാൻ, ഒരുപക്ഷെ തങ്ങളുടെ ആശയം നെഞ്ചോടെടുക്കുകയും ഹൃദയത്തിലേറ്റുകയും ചെയ്യുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രക്രിയ ഇനിയും തുടരും എന്ന മുദ്രാവാക്യങ്ങൾ എഴുതിയ, സ്ലോഗൻസ് എഴുതിയ പ്ലക്കാർഡുകളുമായി കൂടിയാണ് അവർ എത്തുന്നതെന്ന് വിദേശ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. തീർച്ചയായും ഹവാനയിലേക്ക്, വിപ്ലവ ചത്തുരത്തിലേക്ക് തത്സമയം. Chávez, pero hay otros portones. Y son aquellos por los que entran quienes pueden desaparecer físicamente, pero a los que la muerte no pueden ni podrán matar. Son los portones de la inmortalidad. Por ahí han pasado Bolívar, Sucre, Artigas, Martí, Sandino, Zapata y el Che. Y pare usted de contar, y hacia ellos se encaminarán tus pasos algún día. Un día que espero lejano, muy lejano. 13 de agosto del año 2006. Los portones de la inmortalidad se abrieron de par en par. Un inolvidable y doloroso 5 de marzo del 2013, para que pasara adelantado su hijo y discípulo el comandante Hugo Chávez. Son los mismos portones que este 25 de noviembre del 2016 se abrieron de par en par para usted, comandante. Los mismos portones que, como decía Chávez, solo pueden abrir la viva memoria y la gratitud de los pueblos. തീർച്ചയായും ശ്രീ സത്യൻ, ഒരുപക്ഷെ ഫിദൽ കാസ്ട്രോവിൻ്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ സ്പാനിഷ് ഇത്രയേറെ കാവ്യാത്മകമായ ഭാഷയാണോ എന്ന് തോന്നിപ്പോവും. മലയാളം മനസ്സിലാകുന്നത് പോലെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ പലപ്പോഴും നമുക്ക് മനസ്സിലാകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അവിടെ ആ ചത്തുരത്തിലുള്ള ആ ഒരു സംഘത്തെ ഒരുപക്ഷെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് മൊഴി മാറ്റാനുമാകും. സത്യൻ, തീർച്ചയായും നമുക്ക് സ്പാനിഷ് അറിയില്ലെങ്കിലും അതിൻ്റെ ഒരു കാവ്യാത്മകത നമുക്ക് സംഗീതം പോലെ ആസ്വദിക്കാൻ. ലോകത്തിലെ ഏറ്റവും സംഗീതാത്മകമായ ഭാഷ അറബി ഭാഷയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സംഗീതാത്മകത തുളുമ്പി നിൽക്കുന്നതാണ് ലോർക്കയുടെയും ഗാർസിയ മാർക്കേസിൻ്റെയും നേരത്തെ പറഞ്ഞ ജോസെ മാർട്ടിയുടെയും അതുപോലെ തന്നെയുള്ള ഹെമിംഗ്വേ പോലുള്ള ആളുകളൊക്കെ, ഓൾഡ് മെൻസി, എത്രയോ അനശ്വര സാഹിത്യ സൃഷ്ടികൾക്ക് ജന്മം നൽകിയിട്ടുള്ള ഈ സ്പാനിഷ് ഭാഷ, എനിക്ക് തോന്നുന്നത് ഈ രാജ്യത്തിൻ്റെ, ദേശത്തിൻ്റെ അതിർത്തികളെക്കാൾ കൂടുതൽ ഈ ലാറ്റിൻ അമേരിക്കൻ ജനതയൊക്കെ തന്നെ കോർത്തു വെക്കുന്നതിൽ ഈ ഭാഷയുടെ ഈ ഒരു എന്താണ് പറയുക, ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു സ്പ്രിങ് അതിന് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും മനോഹരമാണത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചെഗുവേരയുടെ, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ചെഗുവേരയുടെ മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഭവം, ലോകം 2 ശത്രുപാളയങ്ങളായി പിളർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. വേൾഡ് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു റൈവൽ ആന്റഗോണിസ്റ്റിക് ക്യാമ്പ്സ്. അവ ഒന്ന് മൂലധനത്തിൻ്റേത്, മറുഭാഗത്ത് മൂലധനത്തിനെതിരായി പോരാടുന്ന ജനശക്തിയുടേത്. ആ ജനശക്തിക്ക് മതമില്ല, ജാതിയില്ല, ഒന്നുമില്ല. അതൊക്കെ അവരുടെ സ്വകാര്യമായ സംഭവങ്ങളിൽ മാത്രം വരുന്നതാണ്. മൂലധനത്തിനെതിരായിട്ടുള്ള സമരത്തിൽ എല്ലാ ജനവിഭാഗങ്ങളും അണിചേരുന്ന ഒരു ജനസഞ്ചയ രാഷ്ട്രീയത്തിൻ്റെ ഒരു കാലഘട്ടമാണിത്. അപ്പോൾ അവിടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ജനതയായിരിക്കും ചിലപ്പോൾ. ഒരു ഉദാഹരണം പറയാൻ, 1917 ഒക്ടോബർ വിപ്ലവകാലത്ത്, ഒക്ടോബർ വിപ്ലവത്തിനെതിരായിരുന്നു ഈ കസാക്കുകൾ എന്ന് പറയുന്ന ജനവിഭാഗങ്ങൾ. നമ്മുടെ കസാക്കുകൾ, നമ്മുടെ ഷോളോക്കോവിൻ്റെ നോവലിലെ നമ്മോടൊപ്പം ശ്രീ സത്യൻ എത്താം. ഇപ്പോൾ നമ്മളൊപ്പം എം സ്വരാജ് കൂടി ചേരുകയാണ്. ശ്രീ സ്വരാജ്,
എങ്ങനെ അനുസ്മരിക്കാം ആ ധീര വിപ്ലവകാരിയെ ഈ ഘട്ടത്തിൽ? ഫിഡലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഏറ്റവും ധന്യമായ ഒരു രാഷ്ട്രീയ ജീവിതത്തിന്, വിപ്ലവ ജീവിതത്തിന് ഒരു മാതൃകയായി പുതിയ തലമുറയോട് നമുക്ക് പറയാൻ കഴിയുന്ന പേരാണ് ഫിഡലിൻ്റെത്. ഫിഡലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് ഞാൻ കണക്കാക്കുന്നത്, അദ്ദേഹം എല്ലായ്പ്പോഴും വ്യക്തിപരമായ മഹത്വവാദങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിച്ച ആളാണ്. 1979 അമേരിക്കൻ മാധ്യമ പ്രവർത്തകയായിരുന്ന ബാർബറ വാൾട്ടേഴ്സുമായി നടത്തിയുള്ള ഒരു ഇന്റർവ്യൂ വളരെ പ്രശസ്തമാണ്. അത് പുസ്തക രൂപത്തിൽ തന്നെ പുറത്തിറങ്ങിയിട്ടുള്ളതാണ്, ദീർഘമായ ഒരു അഭിമുഖം. അതിലൊരിടത്ത് ബാർബറ വാൾട്ടേഴ്സ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ ഒരു വിപ്ലവം നടത്തി വിജയിച്ച ആളാണ് എന്ന് പറഞ്ഞ് ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ ആ ചോദ്യം പൂർത്തിയാക്കാൻ തന്നെ അനുവദിക്കാതെ കാസ്ട്രോ അതിന് മറുപടിയായി പറയുന്നുണ്ട്, ചോദ്യകർത്താവിനെ തിരുത്തുന്നുണ്ട്, ഞാനല്ല, ഞങ്ങളാണ് വിപ്ലവം നടത്തിയത്, ഞാനല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിൽക്കാലത്ത് വെനിസ്വല യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകവും ഇതുമായി ചേർത്ത് വായിക്കാവുന്നതാണ്. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും മഹാനാണെന്നും മഹാവിപ്ലവകാരിയാണെന്നും വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചപ്പോൾ കാസ്ട്രോ അതിന് മറുപടിയായി പറഞ്ഞതല്ല, നിങ്ങൾ എന്നെ ചരിത്രത്തിൽ ഒരു 40,000-ാമത്തെ ആളായോ മറ്റോ കണ്ടാൽ മതി. സൈമൺ ബൊളീവറിനെ പോലെ, ഹൊസെ മാർട്ടിയെ പോലെ ഉള്ളവരാണ് ചരിത്രത്തിന് മുൻപേ നടന്നവരെന്നാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ഒരു വിപ്ലവകാരിക്ക് വേണ്ട കൂട്ടായ്മയെ സംബന്ധിച്ച ബോധം, സംഘബോധം, ആ സംഘബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കലും അവനവന്റെ തടവറയിലായിരുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലോകം കണ്ട പല വലിയ വിപ്ലവകാരികൾക്കും ഇങ്ങനെ ഒരു പതർച്ച ഉണ്ടായി എന്ന് കൂടി അദ്ദേഹം മറ്റൊരിടത്ത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചരിത്രത്തിലെ ചതിക്കുഴികളിൽ വീഴാതെ സധൈര്യം നല്ല രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോടെ ദീർഘവീക്ഷണത്തോടെ നടന്നുപോയ ഒരു വിപ്ലവകാരിയാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ മാതൃക എന്ന് വിശേഷിപ്പിച്ചത്. ഈ സമയത്ത് അതും അനുസ്മരിക്കേണ്ടതാണ്. അതെ, തീർച്ചയായും അനുസ്മരിക്കേണ്ടത് തന്നെയാണ്. അത്തരം കൾട്ടുകൾ ഒരു പക്ഷേ രൂപപ്പെടുകയും അത് തെറ്റായ ദിശയിലേക്ക് അവസരവാദ ശക്തികളുടെ കൈകളിലേക്കൊക്കെ പോകുകയും അത് വളരെ സായുധമായ തിരിച്ചടികളൊക്കെ നേരിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അത് കൂടുതൽ പ്രസക്തമാകുന്നു. ശ്രീ എം സ്വരാജ്. തീർച്ചയായും. ഇപ്പൊ വ്യക്തിപൂജയ്ക്ക് അടിമപ്പെട്ടു പോയ വലിയ വിപ്ലവ നേതൃത്വങ്ങളെ സംബന്ധിച്ച് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ ചില ഘട്ടങ്ങളിൽ വിലയിരുത്തിയിട്ടുണ്ട്. അവിടെയാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. സാധാരണഗതിയിൽ സുദീർഘമായ കാലം അധികാരത്തിന്റെ ഭാഗമായിരുന്നാൽ, അധികാരത്തിന്റെ നേതൃത്വമായിരുന്നാൽ ചില ജീർണതകൾ കടന്നു വരാം. ഇപ്പൊ ലോർഡ് അക്ടൺ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പവർ ടെൻഡ്സ് ടു കറപ്റ്റ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുദീർഘമായ ഒരു കാലം ഒരു റിപ്പബ്ലിക്കിനെ നയിച്ച ആളാണ് കാസ്ട്രോ. പക്ഷേ അധികാര പ്രമത്തതയുടേതായ ഏതെങ്കിലും ഒരു അംശം കാസ്ട്രോയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി എങ്ങനെയാണോ രാഷ്ട്രീയ അധികാരത്തെ കൈകാര്യം ചെയ്യേണ്ടത്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അധികാര പ്രയോഗം ഒരു ജനതയ്ക്ക് വേണ്ടിയുള്ള സമർപ്പിത ജീവിതമായിരുന്നു. അതിൽ മാതൃകയാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നില്ല ഇത്ര നീണ്ട കാലയളവ് ഒരു രാജ്യത്തിന്റെ സകല അധികാരങ്ങളും കൈയാളിയ ഒരു വ്യക്തിക്ക് ഇത്രമാത്രം പ്രതിബദ്ധതയോടെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നു എന്നത് വളരെ വിസ്മയകരമായ ഒരു കാര്യമാണ്. അദ്ദേഹം തന്നെയാണ് ഇത്ര നീണ്ടകാലം അധികാരത്തിൽ നിന്നപ്പോഴും പലരും അതൊരു കുറവായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ പോലും അദ്ദേഹം തന്നെയാണ് അനാരോഗ്യത്തിന്റെ പേരിൽ സ്വയം മാറി നിൽക്കുകയും ചെയ്തത്. അങ്ങനെ പല മാതൃകകൾ സൃഷ്ടിച്ച ആളാണ് കാസ്ട്രോ. അതാണ് അത്തരം ഒരു നോർത്ത് കൊറിയൻ മാതൃകകൾ. ശ്രീ വേണുഗോപാൽ, അങ്ങനെയാണ്. അങ്ങനെ ഒരു നോർത്ത് കൊറിയൻ മാതൃകയൊന്നുമല്ല കാസ്ട്രോയുടേത്. തികഞ്ഞ ഒരു മാർക്സിസ്റ്റ് സൗന്ദര്യശാസ്ത്രത്തിൽ വെട്ടിയൊതുക്കിയ താടി പോലെ മനോഹരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദർശവും എന്ന് തോന്നുന്നു. ഒരു പക്ഷേ ഇങ്ങനെയാണ്, അതായത് വ്യക്തി കേന്ദ്രീകൃതമായ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയെ അദ്ദേഹം ശക്തമായി എതിർത്തു എന്നതാണ്. വ്യക്തി കേന്ദ്രീകൃതമായി പോയില്ല. ശ്രീ സ്വരാജ് പറഞ്ഞത് വളരെ അധികാരം കൂടുതൽ വലിയ രീതിയിൽ ദൂഷിപ്പിക്കുമെന്ന് പറയുന്ന ഒരു സിദ്ധാന്തവും ഒരുപക്ഷെ ഫെദലിൻ്റെ കാര്യത്തിൽ വന്നില്ല. അദ്ദേഹം അധികാരം, ഉദര രോഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അധികാരം സ്വയം ഒഴിയുകയായിരുന്നു. ഇവിടെ അതിന് വിരുദ്ധമായ മാതൃകകളാണ് ലോകത്ത് പലയിടത്തും, ഇന്ത്യയിൽ പോലും പലയിടത്തും കാണുന്നത്. അങ്ങനെയുള്ളിടത്ത് ഈ വ്യക്തിപൂജാ സിദ്ധാന്തത്തിനെതിരായിട്ട് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് തന്നെ വലിയ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. സ്റ്റാലിൻ്റെ കാലത്ത്, മാവോൻ്റെ കാലത്ത് ഒക്കെ അത്തരത്തിലുള്ള വ്യക്തിപൂജ വളർന്നു വന്നിട്ടുണ്ട്. വ്യക്തിപൂജയ്ക്കെതിരായിട്ടുള്ള ശക്തിയായ പോരാട്ടം വന്നിട്ടുണ്ട്. ആ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരുത്തിയിട്ടുണ്ട്.
തിരുത്തിയാലും പിന്നീടും ഇത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. എന്താ കാര്യം വെച്ചാൽ നമ്മളൊക്കെ ഒരു മുതലാളിത്ത ലോകത്താണ് ജീവിക്കുന്നത് എന്നതുകൊണ്ട് മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ, മറ്റേ ചിന്തകൾ, ആശയങ്ങളൊക്കെ തന്നെ നമ്മളെയും നമ്മുടെ ഭരണാധികാരികളെയും നമ്മുടെ പാർട്ടി നേതൃത്വത്തെയും ഒക്കെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനെ സ്വാധീനിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിച്ചത് തിരുത്താൻ അതായത് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾക്കകത്ത് ഈ വ്യക്തിപൂജയ്ക്കെതിരായിട്ടുള്ള ആ സിദ്ധാന്തത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ വ്യക്തിപൂജ ഉയർന്നു വരുന്നതിന് എതിരായിട്ടുള്ളൊരു ആശയലോകം സൃഷ്ടിക്കാനും അവരെ അതിൽ പ്രതിബദ്ധരാക്കി നിർത്താനും കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ശ്രീ സത്യൻ, താങ്കളിലേക്ക് എത്താം. ഒരു ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രം. ഇപ്പോൾ കാസ്ട്രോവിൻ്റെ അന്തിമോപചാര ചടങ്ങുകൾ ഹവാനയിൽ പുരോഗമിക്കുകയാണ്. അതിലേക്കും തുടർന്നുള്ള ചർച്ചകളിലേക്കും എത്താം. വിപ്ലവ നായകൻ ഫിദൽ കാസ്ട്രോവിനെ അനുസ്മരിച്ച് ലോകം, ഒപ്പം ഹവാനയും. ഹവാനയിലെ തെരുവുകൾ മുഴുവൻ കണ്ണീരാൽ മുഖരിതമാണ്. ഒപ്പം അവർ വിപ്ലവാവേശത്തോടു കൂടിയുള്ള സ്ലോഗൻ കൂടിയാണ് ചെല്ലുന്നത്. കാസ്ട്രോ മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന മുദ്രാവാക്യം. ഒരുപക്ഷെ ശ്രീ വേണുഗോപാൽ, ലോക കമ്മ്യൂണിസ്റ്റ് രൂപങ്ങൾ ഒരുപക്ഷെ രൂപം കൊള്ളുന്ന ഇങ്ങനെയാണ്. നമ്മൾ വ്യക്തിപ്രഭാവത്തെ സംബന്ധിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. വ്യക്തിപ്രഭാവം, കൾട്ടുകൾ എങ്ങനെയാണ് ഇത്തരം ചിന്തകളെ മതിക്കുന്നത് എന്നത് നാം ചരിത്രത്തിൻ്റെ പല കോണുകളിലും കണ്ടിട്ടുള്ളതാണ്. അതിന് അപവാദമാണ് കാസ്ട്രോ എന്ന് എല്ലാ അർത്ഥത്തിലും പറഞ്ഞുകൂടി. അതെ, അതാണ് നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞത്. ഇപ്പോൾ സ്റ്റാലിൻ്റെ കാലഘട്ടത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിരുത്തിയപ്പോൾ സ്റ്റാലിൻ്റെ പ്രധാനപ്പെട്ട കുറവുകളിൽ ഒന്നായിട്ട് വിലയിരുത്തിയത് വ്യക്തിപൂജയിൽ അദ്ദേഹം പെട്ടുപോയി എന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് വ്യതിയാനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നും വിലയിരുത്തി. സ്റ്റാലിൻ്റെ ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. ഫാസിസത്തിനെതിരായ പോരാട്ടം, രണ്ടാം ലോക മഹായുദ്ധത്തിൽ വഹിച്ച പങ്ക്, അതൊക്കെ പറയുമ്പോൾ തന്നെ അതിന്റെ മറുഭാഗം പറയുമ്പോൾ ഈ കുറവ് പറയാറുണ്ട്. ചെയർമാൻ മാവോന്റെ കാര്യത്തിൽ അവസാന കാലഘട്ടത്തിൽ, മറ്റേ സാംസ്കാരിക വിപ്ലവത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഒരു 4 സംഘം അധികാരം പിടിമുറുക്കുകയും മാവോവിനെ അവർ കൾട്ടാക്കി വളർത്തിക്കൊണ്ടുവരും. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ മാവോയിസ്റ്റുകൾ പറയുന്ന ചെയർമാൻ മാവോ നമ്മുടെ ചെയർമാൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഉള്ള മാറ്റം. ആ മാറ്റം എന്ന് പറഞ്ഞത് അത് പലപ്പോഴും ഇതുപോലെ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ ബാധിച്ചിട്ടുണ്ട്. അതൊരു ഇടതുപക്ഷ വ്യതിയാനെന്നോ വലതുപക്ഷ വ്യതിയാനെന്നോ ഒക്കെ തന്നെ വിലയിരുത്താവുന്ന ഒന്നാണ്. അതിനെതിരായിട്ടുള്ള ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുകയും തിരുത്തുകയും ചെയ്യുക, നിരന്തരമായി പോരാടുക എന്നത് മാത്രമേ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിലുള്ളൂ. അതിൽ ഒരു മറിച്ചുള്ള ആയുധമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എല്ലാ കാലത്തേക്കും ഇത് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇത് എപ്പോൾ വേണമെങ്കിലും വരാം, ആർക്ക് വേണമെങ്കിലും വരാം. പക്ഷെ അതിന് ബോധപൂർവമായ കരുതൽ കാസ്ട്രോ അവസാനം വരെ അംഗീകരിക്കപ്പെടുന്നത്. അതിൽ നിന്ന് പഠിക്കുകയും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടക്കം അതിൽ നിന്ന് പഠിക്കാനുണ്ട് എന്ന അഭിപ്രായം തന്നെ എനിക്കുള്ളത്. എല്ലാ കാലത്തും ഏതൊരു നേതാവിനും അത്തരത്തിലുള്ള വ്യക്തിപൂജാ സിദ്ധാന്തത്തിൽ അടിപ്പെട്ടു പോകാനും അതിന് കീഴ്വഴങ്ങാനും അത് സ്വന്തം മനസ്സിൽ വളരാനും ഞാനാണ് എല്ലാറ്റിനും യോഗ്യൻ എന്ന് വളരാനൊക്കെയുള്ള പ്രവണത ഏത് കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്കകത്തൊക്കെ തന്നെ വരാൻ സാധ്യതയുണ്ട്. ആ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ പ്രതിരോധിക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കടമ. അത് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ഏറ്റെടുക്കേണ്ടതാണ്. അല്ലാതെ ഇപ്പോൾ ആരെങ്കിലും ആളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മിശിഹ വന്ന് നമ്മളെ ഇതിൽ നിന്നൊക്കെ രക്ഷിക്കും എന്ന് വിചാരിച്ച കാര്യമില്ല. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പൊതുവിലായിട്ട് ഏറ്റെടുക്കേണ്ടതാണ്. പാർട്ടി സ്വയം വിമർശന പദ്ധതി. അതെ, അത് സ്വയം ഉൾക്കൊള്ളാം. നമുക്കും വരാത്. ഇപ്പോൾ ഏറ്റവും താഴെത്തട്ടുള്ള പ്രവർത്തകരടക്കം ഞാൻ പറയുന്നതാണ് ശരി എന്ന് തോന്നുന്നത് വ്യക്തിപൂജാ സിദ്ധാന്തത്തിന്, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, എൻ്റെ ഘടകം പറയുന്നത് ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് നമ്മളുടെ സ്വയം ഉള്ളിൽ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറയുന്നത് വ്യക്തിപൂജാ സിദ്ധാന്തത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അത് ഏതെങ്കിലും നേതാവിൻ്റെ മാത്രമായിട്ട് കണ്ടിട്ട് കാര്യമില്ല. പാർട്ടിക്കകത്തോ വ്യക്തികൾക്കകത്തോ പാർട്ടി അംഗങ്ങൾക്കകത്തോ ഒക്കെ തന്നെ സ്വാഭാവികമായിട്ട് വളർന്നു വരാവുന്നതാണ്. അതിനെതിരായുള്ള നിരന്തരമായ പോരാട്ടമാണ് നമ്മൾ ഈ സംഘടനാ പ്രവർത്തനത്തിൽ കൂടെ നടത്തുന്നത്. അതിന് മാതൃകയാണ് ശ്രീ സത്യൻ. അതാണ് പല നേതാക്കന്മാരെയും നിരീക്ഷിക്കുമ്പോൾ അവരുടെ ശരീരഭാഷ നിരീക്ഷിക്കാറുണ്ട് നാം. അവരുടെ മുന്നിൽ അവരുടെ തന്നെ പ്രതിച്ഛായ കാണുന്ന രീതിയാണ് സാധാരണഗതിയിലുള്ളത്. പക്ഷേ കാസ്ട്രോവിനെ നിരീക്ഷിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെ തോന്നിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചിന്തകളാകെ നയിക്കുന്നു. ഒരുപക്ഷെ ഓഷോ പണ്ട് പറഞ്ഞിട്ടുണ്ട്, 1000 രക്തപുഷ്പങ്ങൾ നിങ്ങളിൽ പൂക്കുന്ന അവസ്ഥ എന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന എൻലൈറ്റ്മെൻറ്റ് തന്നെയാണ് എന്ന് ഓഷോ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായമാണ്. ഒരുപക്ഷെ ഇത്തരത്തിൽ ആ രക്തപുഷ്പം പൂക്കുന്ന അവസ്ഥ എന്ന ഒരു വലിയ അവസ്ഥയിലേക്ക് വ്യക്തിയെ ഇല്ലാതാക്കി ഉയരുന്ന ഇതിൻ്റെ രൂപമാണ് ശരീരഭാഷകളിൽ പോലും കാസ്ട്രോ പകർന്നു തന്നത് എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു വലിയ കാവ്യാത്മകത, അതാണ് സംഗീതം. അദ്ദേഹത്തിന് അധികാരം ഒരിക്കലും അദ്ദേഹത്തെ വിഭ്രാമമാക്കിയിട്ടില്ല, വിഭ്രമിപ്പിച്ചിട്ടില്ല. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ്
ഒബാമ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നപ്പോൾ എന്താ ചെയ്തത്? അദ്ദേഹം കാണാൻ കൂട്ടാക്കിയില്ല. ഇല്ല. രാജിയാവാത്ത ഒന്ന്, ശത്രുവർഗത്തോട് അദ്ദേഹത്തിന് യാതൊരു തരത്തിലും രാജിയാവാൻ കഴിയില്ല. ഇവിടെ നമ്മൾ ഹെമിംഗ്വേയുടെ കിഴവനുള്ള ഓൾഡ് മാൻ സീ, അതിലെ ഓൾഡ് മാനെ നമ്മൾ അറിയാമല്ലോ. ആ വലിയൊരു കൂറ്റൻ സ്രാവിനെ കടലിൽ നിന്ന് പിടിച്ച് കൊണ്ടുവരുന്ന ആ ഓൾഡ് മാൻ, അതിലെ ഓൾഡ് മാനാണ് നമ്മുടെ ഹെമിംഗ്വേ സൃഷ്ടിച്ച ഓൾഡ് മാനാണ്. പൊളിറ്റിക്കൽ റിലമിലെ ആ ഓൾഡ് മാനാണ് കാസ്ട്രോ. അതാണ് അദ്ദേഹത്തിൽ നമ്മൾ കാണേണ്ടത്. എന്ത് പ്രലോഭനം ഉണ്ടായിരുന്നാലും ശരി, മൂലധനത്തിനും അതിൻ്റെ അധികാര പ്രമത്തതയ്ക്കും കീഴടങ്ങില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത ഗാഠമായ ഇച്ഛാശക്തി, അത് നമ്മൾ മറന്നു പോകരുത്. അതാണ് ലോകത്തെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചിട്ടുള്ളത്. അദ്ദേഹം പിന്നെ ഇതിനൊക്കെ കീഴടങ്ങി നിന്ന് പോകുന്ന ഒരാളായിരുന്നു എങ്കിൽ ഗോർബച്ചേവിനെ പോലെയൊക്കെ, അല്ലെങ്കിൽ ബ്രഷ്നെവിനെ പോലെ ഉള്ള സോവിയറ്റ് നേതാക്കളെ പോലെ ആയിരുന്നില്ല അദ്ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് പാശ്ചാത്യ മുതലാളിത്ത വികസന രീതിയെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതിൽ എത്രത്തോളം സോവിയറ്റ് ഈ ക്യൂബയിലെ ഭരണപരിഷ്കാരങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങൾ എത്രത്തോളം വിജയിച്ചു എന്ന് എനിക്ക് പറയാൻ അറിയില്ല. അത് നമുക്കതിൻ്റെ വിശദമായ ചിത്രങ്ങൾ കിട്ടിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയ സങ്കല്പം ഇതാണ്: മുതലാളിത്ത രാജ്യങ്ങൾ വികസിക്കുന്നത് പോലെയല്ല നമ്മൾ വികസിക്കേണ്ടത്, ലോകം വികസിക്കേണ്ടത്. അവരുടേതുപോലെയുള്ള ബുള്ളറ്റ് ട്രെയിനുകളും അതിൻ്റെ ഫ്ലൈ ഓവറുകൾ എല്ലാ നാട്ടിലും ഉണ്ടാവുക, ഇങ്ങനെയുള്ള ഒരു സങ്കല്പ കൊട്ടാരം. നമ്മുടെ മോഡിയൊക്കെ ഇവിടെ പിന്നെ പ്ലാസ്റ്റിക്, ഇവിടെ പിന്നെ ബാങ്ക് പോലും ഇല്ലാത്ത എത്രയോ നാടുകൾ, ഉത്തർപ്രദേശ് പോലെ എത്രയോ കിലോമീറ്ററുകൾ നടന്നു വേണം അവർക്ക് ബാങ്കുകളിലൊക്കെ എത്താൻ. അങ്ങനെയുള്ള ആളുകളുടെ പ്ലാസ്റ്റിക് മണി, ഈ കാഷ്ലെസ് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള യാതൊരു വിവരവും ഇല്ലാത്ത ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തെ പറ്റിയോ ഇവിടുത്തെ സംസ്കാരത്തെ പറ്റിയോ ജനതയുടെ ജീവിത രീതിയെ പറ്റിയോ ഒന്നും മനസ്സിലാക്കുന്നത് 65% നമ്മുടെ ഭരണാധികാരികൾ കാസ്ട്രോവിനെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. കാസ്ട്രോവിനെ പഠിക്കണം, കാസ്ട്രോവിൽ നിന്നും പഠിക്കണം. അതുപോലെ തന്നെ അവർ ലോകത്തെ യഥാർത്ഥ അവസ്ഥയിൽ നിന്നും പഠിക്കണം. സങ്കല്പ കൊട്ടാരങ്ങൾ നമുക്ക് ഉണ്ടാക്കാം, പക്ഷേ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ പറ്റി നമ്മൾ പോകുന്നത്. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ കൂടി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, ഒരുപക്ഷെ ഇത്രയേറെ സ്വാധീനം ജനങ്ങളിൽ ഉണ്ടാക്കിയ ഒരു നേതാവുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അപൂർവമാണ്. ഒരുപക്ഷെ ചരിത്രങ്ങളിലൊക്കെ നാം കണ്ടിട്ടുണ്ട്, പക്ഷെ നമുക്കൊപ്പം ജീവിക്കുമ്പോൾ ഒരു ഇതിഹാസമായ വ്യക്തി. പക്ഷെ സ്വയമാകട്ടെ ഒരു വ്യക്തിയുമായി അല്ലെങ്കിൽ വ്യക്തി കേന്ദ്രീകൃതമായ ഒരു സംഭവങ്ങളെയും ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള ഒരു അപൂർവ വ്യക്തിത്വം. അതാണോ മാർക്സിസ്റ്റ് രീതി കാസ്ട്രോവിനെ അനുസ്മരിക്കുമ്പോൾ? തീർച്ചയായിട്ടും കാസ്ട്രോ എന്ന വലിയ മനുഷ്യൻ, എല്ലാവരും ഫിഡൽ എന്ന് വിളിക്കുന്ന വലിയ മനുഷ്യൻ, ലോകത്തെയും ആ നാട്ടിലെ ജനങ്ങളുടെയും എല്ലാം ഉച്ചത്തോടനാണ്. അവിടുത്തെ ജനങ്ങൾ എല്ലാ കാലവും കാസ്ട്രോയെ സ്വീകരിച്ചുകൊണ്ട് നടന്നതാണ്. ഒരിക്കലും ഒരു ഭരണാധികാരിയായി വളർന്നു വന്നാൽ വിപ്ലവകാരി എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ കടമ ഭരണാധികാരിയെ നിർവഹിക്കേണ്ട അത്യാവശ്യം. എന്നാൽ ഇവിടെ ഭരണാധികാരിയും വിപ്ലവകാരിയും കൂടി ഒരുമിച്ച് ചേരുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു. ഭരണാധികാരി എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് അകലത്തിലല്ല, ജനങ്ങളെ കൂടെയാണ്. ജനങ്ങൾ എന്നും ഭരണാധികാരിയെ സ്നേഹിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം ആശുപത്രി കിടന്നപ്പോൾ 10,000-കണക്കിന് മനുഷ്യർ വന്ന് ചുറ്റും കൂടി ഫിഡൽ എന്ന് വിളിച്ചു പറഞ്ഞ കണ്ണീരോടെ അദ്ദേഹത്തൊന്ന് കാണാൻ പറ്റും. അത് ലോകത്തിൽ ഒരു നേതാവിനും ഒരു വിപ്ലവകാരിക്കും കിട്ടാത്ത ഏറ്റവും വലിയ ബഹുമതിയാണ്. അത് മാത്രമല്ല, സാമ്രാജ്യത്വത്തിന് അദ്ദേഹത്തെ കണ്ണിലെ കരടായി തോന്നാൻ എന്താ കാരണം? ആ രാജ്യത്ത് ഒരു കുഴപ്പമുണ്ടാക്കാനും സാമ്രാജ്യത്തിന് കഴിഞ്ഞില്ലല്ലോ. ഇദ്ദേഹത്തെ പലതവണ കൊല്ലാൻ ശ്രമിച്ചപ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴും അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താ? ജനങ്ങൾ എന്റെ കൂടെ നിർത്തുന്നതാണ്. സ്വന്തം ജനങ്ങളെ അവരെ മനസ്സിൽ എടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി, അവരാൽ നയിക്കുന്ന നേതാവ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരവസ്ഥ. അതാണ് ക്യൂബയുടെ ലോകത്തിന് മുമ്പിൽ കണ്ട ഈ രക്തനഷ്ടം. നമ്മൾ മനസ്സിൽ മറക്കില്ല. പക്ഷെ ചെഗുവേരയെ മനസ്സിൽ ഇരുത്തുമ്പോഴും നമ്മളെ കാസ്ട്രോ എന്ന് പറയുന്നത് നമ്മളെ കൂടെ ജീവിച്ച വിപ്ലവകാരി. ഇപ്പം ഹവാനയിൽ നടന്ന ലോക യൂത്ത് ഫെസ്റ്റിവൽ, എല്ലാവരും ഓർക്കുന്നതായ ഫെസ്റ്റിവൽ, കാസ്ട്രോ
വന്ന എല്ലാവരുടെയും തോഴനായിരുന്നു, സഖാവായിരുന്നു. ആ സഖാവിന്റെ ഓർമ്മ ലോകം ഒരിക്കലും മറക്കില്ല. മരിക്കാത്ത ഉപമകളാണ്. അതാണ് അങ്ങനെ ശരീരം പോലും സൂക്ഷിക്കേണ്ട, അത് കത്തിച്ചു കളഞ്ഞോളൂ എന്ന് പറഞ്ഞ ഒരു വലിയ നേതാവ്. ഒരു പക്ഷേ സഹകരണ മേഖലയെ അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളികളെ അല്ലെങ്കിൽ അവിടുത്തെ മണ്ണിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വലിയ ഭരണക്രമം കൂടി മാർക്സിസ്റ്റ് ആശയത്തിൽ ക്യൂബയിൽ പടുത്തുയർത്തി. അങ്ങനെ ലോകത്തിന് മാതൃകയായ വ്യക്തിയാണല്ലോ ഫിദൽ കാസ്ട്രോവ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ലോകത്ത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഭരണാധികാരികൾ എങ്ങനെയാണ് ഫിദലിനെ നോക്കിക്കാണേണ്ടത്? താങ്കൾ ഇന്ത്യയിലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന അർത്ഥത്തിൽ കൂടി. ഇന്ത്യൻ ഭരണാധികാരികൾക്ക് ഫിഡലിനെ നോക്കിക്കണ്ട് അത് പകർത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫിഡൽ എന്ന് പറയുന്ന ആള് മനുഷ്യ സമൂഹത്തിന്റെ കഷ്ടപ്പെടുന്നവന്റെ, ദുരിതം അനുഭവിക്കുന്നവന്റെ, പട്ടിണിക്കാരന്റെ, അവരുടെ എല്ലാം ഉറ്റ തോഴലാണ്. ഇന്ത്യൻ ഭരണാധികാരികളല്ല ഈ പാവപ്പെട്ടവന്റെയും പട്ടിണിക്കാരന്റെയും എല്ലാം മുകളിൽ കയറി നിന്നുകൊണ്ട് പണക്കാരുടെ കൂടെ നിൽക്കുന്ന ഇന്ത്യൻ ഭരണാധികാരി, സമ്പന്നരുടെ കൂടെ മാത്രമാണ് അവരുടെ ശയനം. ആ ഭരണാധികാരികൾക്ക് കാസ്ട്രോയിൽ നിന്ന് ഒന്നും പഠിക്കാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ പറയാ, കാസ്ട്രോ എന്ന് പറയുന്ന വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് എന്നതിനേക്കാളും മുകളിൽ, കമ്മ്യൂണിസ്റ്റ് എന്നതാണ് ഞങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ വലുതായി കാണുന്നത്. എന്നാൽ അവർ കമ്മ്യൂണിസത്തെ എന്ത് ധരിച്ചാലും തിരക്കില്ല. ഫിഡൽ എന്ന ആ മനുഷ്യൻ സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും വലിയ എതിരാളി, ശത്രു, വകവരുത്താൻ വേണ്ടി അവർ നിശ്ചയിച്ച ശത്രു, കൊലക്ക് കൊടുക്കാൻ വേണ്ടി അവർ ആഗ്രഹിച്ച ശത്രു, വെടിയുണ്ടകൾ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ശത്രു, ആ ശത്രുവെ ഇവർ നോക്കി എന്ത് പാഠം പഠിക്കാനാണ് ഇന്ത്യയിൽ? എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഭരണാധികാരികളെ കുറിച്ച് ഞാൻ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഈ സമയത്ത് ഇവിടെ ലോകം മുഴുവൻ ഒരുമിച്ച് കാസ്ട്രോ എന്ന് പറയാൻ താങ്കൾ നേരത്തെ പറഞ്ഞൊരു ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. കാരണം എങ്ങനെ ക്യൂബയിൽ ഇതുപോലെ ഒരു ഭരണാധികാരം സ്ഥാപിക്കുന്നതാണ്. ആ ക്യൂബൻ ഭരണാധികാരികൾ ആ രാജ്യത്തിന്റെ സമ്പത്ത്, ആ സമ്പത്ത് എടുത്തുകൊണ്ട് ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് വിനിമയം നടത്തുക എന്ന് പറയുന്ന ഒരു വലിയ കർമ്മമാണ് നിർവഹിക്കുന്നത്. സ്വന്തം സമ്പത്ത് കൊണ്ട് ആരെയും ആശ്രയിക്കാതെ. കാരണം ഇവിടെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് സഹായം എത്തിക്കുന്നതിന് അമേരിക്ക പലപ്പോഴും തടഞ്ഞു. സോവിയറ്റ് യൂണിയന് പോലും അവിടെ നേരിട്ടെത്താൻ ഒരുപാട് പ്രയാസമായിരുന്നു. ആ ഘട്ടത്തിൽ പോലും സ്വന്തം ജനങ്ങളോട് നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെ എന്ന ഒരു മുദ്രാവാക്യം, ഞാൻ കഴിക്കുന്നത് നിങ്ങൾ കഴിക്കുന്നത് ഞാൻ കഴിക്കുന്നു, ഞാൻ കഴിക്കുന്നത് നിങ്ങൾ കഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞ അത്ര മാന്ത്രിക ശക്തി ഒരു വിപ്ലവകാരി ലോകം ഇന്നോളം കണ്ടിട്ടില്ല, ഇനി കാണാനും പോകുന്നില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതുതന്നെയാണ് ശ്രീ പന്ന്യൻ രവീന്ദ്രൻ ഈ ഘട്ടത്തിൽ കാസ്ട്രോവിനെ അനുസ്മരിക്കാനുള്ളത്. വളരെ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. തീർച്ചയായും വിപ്ലവ നായകൻ ഫിദൽ കാസ്ട്രോയ്ക്ക് ലോകം വിടവാങ്ങൽ നൽകുകയാണ്. ഒരുപക്ഷെ ഹവാനയിൽ എത്തിയിരിക്കുന്ന ജനങ്ങൾ തന്നെ അതിൻ്റെ നേർസാക്ഷ്യം. വിവിധ കോണുകളിൽ നിന്ന് രാഷ്ട്രത്തലവന്മാർ അടക്കം, വിവിധ സംഘടനാ പ്രതിനിധികളടക്കം, വിവിധ കമ്മ്യൂണിസ്റ്റ് സംഘടനാ പ്രതിനിധികളടക്കം, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഒക്കെ അവിടേക്ക് എത്തുകയാണ്, അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫിദലിന് ബിഗ് സല്യൂട്ട്, റെഡ് സല്യൂട്ട് നൽകുന്നതോടൊപ്പം ചർച്ച പുരോഗമിക്കും. ഫിദൽ കാസ്ട്രോവിനെ അനുസ്മരിച്ച് ലോകം. ഫിദൽ കാസ്ട്രോവിൻ്റെ ഔദ്യോഗിക സംസ്കാരം ഡിസംബർ 4-നാണ് നടക്കുന്നതെങ്കിലും ക്യൂബ മുഴുവൻ ദുഃഖത്തിലാണ്. ഒപ്പം ലോകത്തു നിന്നുള്ള വിവിധ നേതാക്കന്മാരാണ് അനുസ്മരണ ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫിദൽ നിരവധി തവണ പ്രസംഗിച്ചിട്ടുള്ള ഫിദലിൻ്റെ ശബ്ദഘോഷങ്ങൾ കൊണ്ട് മുഖരിതമായിരുന്ന ആ വിപ്ലവ ചത്തുരത്തിലാണ് പാരാവാരം പോലെ ജനങ്ങൾ കൂടി നിൽക്കുന്നത്. അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലോക നേതാക്കന്മാർ ഫിദലിനെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാമുഹൂർത്തം, ചരിത്രമുഹൂർത്തം എന്നൊക്കെ പറയാവുന്ന നിമിഷം തന്നെയാണ് ഒരുപക്ഷെ അത്. ശ്രീ സത്യൻ, കൂടെയുള്ളവരെ നോക്കിയാണ് നമുക്ക് അവരുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാനാവുക എന്നതാണ്. ഒരുപക്ഷെ ഫിദൽ കാസ്ട്രോവിനെ കൂടുതൽ മഹത്വത്തോടെ തിരിച്ചറിയുന്നത് അദ്ദേഹത്തിൻ്റെ അധികാര കൈമാറ്റം ആരുടെ കൈകളിലെത്തി എന്നുള്ളതാണ്. ഒരുപക്ഷെ റൗൾ കാസ്ട്രോ അദ്ദേഹത്തിൻ്റെ സഹോദരനായത് യാദർച്ഛികമാണ്. അദ്ദേഹം അവിടെ ആ ഒരു പൊതുപ്രവർത്തനത്തിലൊക്കെ ഭാഗവാക്കായിരുന്ന ആൾ തന്നെയാണ്. റൗൾ കാസ്ട്രോ അദ്ദേഹത്തിന്റെ സഹോദരൻ മാത്രമല്ല, റൗൾ കാസ്ട്രോ ഇവരുടെ കൂടെ ആദ്യമേ തന്നെ ഉണ്ടായിരുന്ന ഏറ്റവും ശക്തനായ ഒരു വിമോചന പോരാളിയാണ്. വളരെ ശക്തമായ ഈ വിപ്ലവ പ്രവർത്തനങ്ങൾ പങ്കെടുത്ത് ട്രഡീഷനുള്ള ഒരാളാണ് റൗൾ കാസ്ട്രോ. ഇവിടെ നമ്മൾ ഇപ്പം കാസ്ട്രോവിനെ പറ്റി അനുസ്മരിക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഇദ്ദേഹം പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾക്കും, അതായത് പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇനിയുള്ള സമൂഹത്തിന്, മാനവരാശിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പ്രത്യാഘാതങ്ങൾ
ലോകത്തിൽ സൃഷ്ടിക്കുന്ന വിപത്തുകളെ പറ്റി ഇപ്പം നോം ചോംസ്കി ഈ ട്രംപിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ട്രംപ് ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഈ സംഭവങ്ങൾ ഈ സംരംഭങ്ങളിലൊന്നും പങ്കെടുക്കുന്നില്ല. കാലാവസ്ഥ മാറ്റം അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല, പരിസ്ഥിതി തകരുകയാണെങ്കിൽ തകരട്ടെ എന്നുള്ള നിലപാടാണ് ഇപ്പോൾ അമേരിക്ക എടുത്തിരിക്കുന്നത്, ട്രംപ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ കാസ്ട്രോയുടെ ഒരു സ്ട്രഗിൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പാരിസ്ഥിതികമായ സ്ട്രഗിൾ, അടുത്ത തലമുറയിൽ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ചൂഷണം ചെയ്യാവൂ. അപ്പോൾ ഡെത്ത് നെൽ ഓഫ് ഹ്യൂമാനിറ്റി എന്നാണ് നോം ചോംസ്കി പിന്നെ ഈ ട്രംപിൻ്റെ അഭിപ്രായത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്, വിമർശിച്ചിട്ടുള്ളത്. നോം ചോംസ്കി ശക്തനായ ഒരു അമേരിക്കൻ ചിന്തകനാണല്ലോ. അദ്ദേഹം അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ വികല നയങ്ങളെ നിശിതമായി വിമർശിക്കുന്ന വ്യക്തിയാണ്. അപ്പം നമ്മൾ കാസ്ട്രോയിൽ നിന്ന് നമ്മൾ അസിമിലേറ്റ് ചെയ്യേണ്ടുന്ന ഒരു സംഭവം, നമ്മുടെ മൂലധനം എത്ര കീഴടക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ മനുഷ്യൻ്റെ വിഭവങ്ങൾ പരിമിതമാണ്, പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതാണ് എന്നുള്ള ഒരു എക്കോളജിക്കലായ കോൺസെപ്റ്റ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതൊന്നും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സയൻസ്, അദ്ദേഹത്തിന് വലിയൊരു വായനക്കാരനാണ് അദ്ദേഹം, അത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം ഒരു പുസ്തകം എഴുതുക എന്നുള്ളത് മാത്രമല്ലല്ലോ, അദ്ദേഹം വളരെ വായിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പം ഈ പാരിസ്ഥിതികതയെ, പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പാശ്ചാത്യ വികസന നയങ്ങളെ കൈയൊഴിഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്നറിയോ, സമ്പത്ത് വിറ്റ് പണമുണ്ടാക്കുകയാണ്. അതാണ് തോട്, പുഴകളും കായലുകളും നിലങ്ങളും എല്ലാം തന്നെ, പിന്നെ നെൽവയലുകളും കടൽ തീരങ്ങളും എല്ലാം തന്നെ വിറ്റിട്ട് അദാനിയെപ്പോലുള്ള ആളുകളിൽ നിന്ന് നാം പണം സ്വീകരിക്കും, മൂലധനം, അവർ ഇവിടെ സ്വർഗം പണിയും എന്ന ഒരു മിഥ്യാബോധത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ കൃത്യമായ അനുപാതത്തിലാണത്, വളരെ ശാസ്ത്രീയമായി കൂടിയാണ്. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പ്രകൃതി തീവ്രവാദത്തെ ആയിരുന്നില്ല കാസ്ട്രോ പ്രതിനിധീകരിച്ചത്. കാസ്ട്രോ കൃത്യമായ ശാസ്ത്രീയമായ പ്രകൃതി ഉപയോഗത്തെ കൂടിയാണ്. തീർച്ചയായും നമുക്ക് ലോകത്തിന്റെ പല കോണുകളിൽ നിന്ന് ലോകം ഫിദലിനെ അനുസ്മരിക്കുമ്പോൾ എപ്പോഴും ലോകത്തിന്റെ എല്ലാ മൂവ്മെന്റുകളോടും ചേർന്ന് നിന്ന കേരളം കൂടി ഫിദലിനെ അനുസ്മരിച്ചു. ലോകത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ഇതിഹാസം ഫിദൽ കാസ്ട്രോയ്ക്ക് കേരളം ആദരാഞ്ജലി അർപ്പിച്ചു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വൻ ജനാവലിയാണ് ഫിദലിന് ആദരാഞ്ജലി അർപ്പിക്കാൻ തിരുവനന്തപുരത്ത് സെനറ്റ് ഹാളിലേക്ക് ഇന്നലെ എത്തിയത്. തീർച്ചയായും ശ്രീ വേണുഗോപാൽ, ഒരുപക്ഷെ നിങ്ങളുടെ കൂടെയുള്ളവരെ കണ്ടിട്ടാണ് നിങ്ങളുടെ സ്വഭാവത്തെ പലരും തിരിച്ചറിയുക എന്നൊക്കെ പറയാറുണ്ട്. ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഇനി കാസ്ട്രോയെ ഒന്ന് വിലയിരുത്താം. ഒരുപക്ഷെ റൗൾ കാസ്ട്രോയിലേക്ക് എത്തി നിൽക്കുന്ന ഘട്ടം, അദ്ദേഹം കാസ്ട്രോ തുടങ്ങിവെച്ചതിൻ്റെ സ്പിരിറ്റ് ആ രീതിയിൽ ഉൾക്കൊണ്ട് നടപ്പാക്കുന്നതാണ്. ഒരിക്കലും സാമ്രാജ്യത്വ ചതിക്കുഴികളിൽ വീഴാതെ, ചൂഷണം കേന്ദ്രീകൃതമായ ഒരു ചതിക്കുഴിയിൽ വീഴാതെ, കൃത്യമായ രീതിയിൽ എന്നാൽ സഹവർത്തിത്വം എല്ലാ ഘട്ടത്തിലും അമേരിക്കയുമായി മനുഷ്യത്വപരമായ സഹവർത്തിത്വം വേണ്ടിടത്ത് ഉണ്ട് താനും. അങ്ങനെ ഇരുമ്പ് ചട്ടക്കൂടെന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെക്കുറിച്ചുള്ള ആക്ഷേപമില്ലാതെ വളരെ വിദഗ്ധമായി അദ്ദേഹത്തിന് തുടർന്നു കൊണ്ടുപോകാൻ കഴിയുന്നുവെങ്കിൽ ആ റൗൾ കാസ്ട്രോയുടെ ക്രെഡിറ്റ് കൂടി ഫിഡൽ കാസ്ട്രോവിന് ലഭിക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞാൽ മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ വ്യക്തിപൂജയുടെ ഭാഗമാകുമോ എന്നൊരു സംശയമുണ്ട്. അല്ല, നമ്മൾ തന്നെ നേരത്തെ വ്യക്തിപൂജയ്ക്കെതിരായിട്ട് ശക്തിയായി വർത്തമാനം പറയും. മറ്റേ കാസ്ട്രോൻ്റെ നിഴലാണ് റൗൾ കാസ്ട്രോ എന്ന രീതിയിലേക്ക് വരികയും ചെയ്യുന്നത് തെറ്റാണ്. അപ്പോൾ അല്ല, ഞാൻ അഹിംസാദിനെ കുറ്റം പറയില്ല, പക്ഷെ അങ്ങനെ വരും അത്. ഇപ്പോൾ കാസ്ട്രോ, മറ്റേ കാസ്ട്രോൻ്റെ ഒരു നിഴൽ മാത്രമാണ് റൗൾ കാസ്ട്രോ എന്ന് പറയുന്നത് ശരിയല്ല. ഇവർ രണ്ടുപേരും മറ്റേ വിപ്ലവത്തിൽ തുല്യ പങ്ക് വഹിച്ചവരാണ്. ഒരാൾ നേതാവായി പോയി, അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ മുന്നിൽ വന്നു എന്ന് പറയുന്നത് ശരിയാണ്. EMS ആണോ ബസവപ്പനെയാണോ വലുത് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ എളുപ്പമല്ല. ഉത്തരം മറ്റേ EMS പാർട്ടി സെക്രട്ടറി ആയിട്ടുണ്ട്. EMSനേക്കാൾ വലിയ താത്വികനാണോ ബസവപ്പനെയ്യ, അതോ ആരാണ് ചെറുത് ആരാണ് വലുതെന്നൊക്കെ തർക്കം ഉന്നയിച്ചാൽ തർക്കത്തിന് ഉത്തരമില്ല. അതെ. അപ്പോൾ അങ്ങനെ കൾട്ട് രൂപപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ ഫിഡൽ കാസ്ട്രോന്റെ നിഴലാണ് റൗൾ കാസ്ട്രോ എന്ന രീതിയിൽ പറഞ്ഞു പോകേണ്ട കാര്യം. അത് ഞാനത് പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ചാൽ, ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊതുവായ സവിശേഷതയായിട്ട് അത് കണ്ടാൽ മതി. ഒരു സമാധാനപരമായ അധികാര കൈമാറ്റം നടക്കുന്നു. ഒരു നിശ്ചിത കാലഘട്ടത്തിന് ശേഷം ഞാൻ തുടരേണ്ടതില്ല എന്ന് കാസ്ട്രോ തീരുമാനിക്കുന്നു. കാസ്ട്രോ തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ തീരുമാനമാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ അദ്ദേഹം പിരിയണം എന്ന് തീരുമാനിച്ചാണ്. ബേബിയുടെ ഒരു ലേഖനത്തിൽ, ബേബിയുടെ ഒരു ലേഖനത്തിൽ അതുണ്ട്. ഒരിക്കൽ
സുർജിത്തുമായിട്ട് ക്യൂബ സന്ദർശിച്ചപ്പോൾ സുർജിത്തിൻ്റെ പ്രായം കണ്ടിട്ടാണ്, എന്നാൽ ഇനി കുറച്ചു കാലം കൂടി തുടർന്നാൽ കുഴപ്പമില്ല എന്ന ഒരു രീതിയിലേക്ക് കാസ്ട്രോ എന്നെ എത്തിച്ചേരുന്നതെന്ന് പറഞ്ഞിട്ട് മറ്റേ ബേബി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഈ ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് അത്ര ഊർജ്ജസ്വലനായിരുന്നു. അപ്പോൾ ഈ ഊർജ്ജസ്വലത നിൽക്കുന്നിടത്തോളം കാലം ഞാൻ ഇരുന്നാൽ കുഴപ്പമില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് മറ്റേ ഫിഡൽ തന്നെ എത്തുന്നത് അത്തരത്തിലൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടെന്ന് പറയുന്നത്. അപ്പോൾ ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊതുവിൽ ഈ ജനാധിപത്യ ക്രമങ്ങളെ, ജനാധിപത്യ ആശയങ്ങളെ തുറന്ന് സ്വീകരിക്കുന്ന കാര്യത്തിലൊക്കെ സ്വീകരിക്കുന്ന സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് കാസ്ട്രോയ്ക്ക് ഇത്രയും വിശാലമായ അല്ലെങ്കിൽ ഇത്രയും വിപുലമായ ഒരു ജനപിന്തുണ നേടിയെടുക്കാൻ കഴിഞ്ഞത്. അത് മറ്റേ റൗൾ കാസ്ട്രോനെ തുടരില്ലാണ്ട് മാർഗമില്ലല്ലോ. ഒരു നല്ല പാരമ്പര്യമാണ്. നല്ല പാരമ്പര്യം ഉണ്ടാക്കി വെച്ചത് റൗളായിട്ട് കളയും എന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൂടാ. അങ്ങനെ ഒരു നല്ല പാരമ്പര്യം രൂപപ്പെടുന്നത് കേവലം യാദൃശ്ചികമല്ലല്ലോ. ഒരുപക്ഷെ ക്രൂഷ്ചേവിലേക്കുള്ള മാറ്റം സോവിയറ്റ് യൂണിയന്റെ വലിയ മാറ്റത്തിലേക്ക്, തകർച്ചയിലേക്ക് എത്തിയതെങ്കിൽ ആ കൃത്യമായ പരിണാമത്തിന്റെ ദിശ ഒരുപക്ഷെ ശാസ്ത്രീയമായി തന്നെ വിന്യസിച്ചു എന്നതാണ്. അവിടുത്തെ അതിൽ ഈ മറ്റേ വലതിടത് വ്യതിയാനങ്ങൾ രൂപപ്പെടുന്നതിനെ കുറിച്ച് ലെനിൻ തന്നെ പണ്ട് ഇടതുപക്ഷ കമ്മ്യൂണിസം ഒരു ബാലനിഷ്ഠത എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ വലതുപക്ഷ അവസരവാദത്തിന്റെ തുടർച്ച അല്ലെങ്കിൽ അതിന്റെ മറുപുറാണ് ഇടതുപക്ഷ തീവ്രവാദം എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ സ്റ്റാലിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അതികേന്ദ്രീകൃതമായ ഭരണവ്യവസ്ഥയുടെ ഒരു മറുപുറാണ് മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം ഭരണകൂടത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക, കൂടുതൽ ജനകീയവൽക്കരിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഉള്ള മറ്റേ ക്രൂഷ്ചേവിൻ്റെ അപജയം. രണ്ടും ഒന്നിൻ്റെ തന്നെ രണ്ട് വശങ്ങളായിട്ട് നമ്മൾ കണ്ടാൽ മതി. അപ്പം ഏതാണ് ശരി എന്ന് ചോദിച്ചാൽ ഇത് രണ്ടുമല്ല ശരി എന്നതാണല്ലോ ശരി. അപ്പം അതേപോലെ റൗളിൻ്റെ കാര്യത്തിൽ ഈ നല്ല പാരമ്പര്യം തുടരുകയും ചെയ്യും, അത് കൂടുതൽ വികസിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ, അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞോളം എന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിനെയൊക്കെ തന്നെ പ്രതിരോധിക്കാവുന്ന അല്ലെങ്കിൽ കീഴ്പ്പെടുത്താവുന്ന വിധത്തിൽ ലോക സാമ്രാജ്യത്വ ശക്തികളുടെ, ധനമൂലധന ശക്തികളുടെ കേന്ദ്രീകരണം ശക്തിപ്പെട്ടു വരികയാണ്. അത് നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ, വളരെ ലളിതമായി ഇതൊക്കെ നേർരേഖയിലൂടെ ക്യൂബ മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഉത്തരോത്തരം മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് നമ്മുടെ മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിന് തന്നെ വിരുദ്ധമാണ്. 14 പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച പ്രത്യയശാസ്ത്ര പ്രമേയത്തിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു അങ്ങനെ ഒരു നേർരേഖ കൂടെ അതാണ് ശ്രീ സത്യൻ. അതായത് സോവിയറ്റ് യൂണിയൻ തകർന്ന് വീഴുന്നതിന്റെ തൊട്ടു തലേന്ന് വരെ അവിടെ നിന്ന് വന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെയൊക്കെ അല്ലെങ്കിൽ ഇവിടുന്ന് അവിടെ പോയി സന്ദർശിച്ചു വന്നവരോ അവിടെയൊക്കെ ആശുപത്രി ഇടിച്ചു കളയുകയാണ്. ആ രീതിയിലാണ് എക്സാജറേറ്റ് ചെയ്ത് അതിനെക്കുറിച്ചൊരു തമാശയാണ് പറയുന്നത്. ആശുപത്രി, കാരണം അവിടെ രോഗം വരില്ല 100 വർഷത്തേക്ക്, ആ രീതിയിലേക്ക് അത്ര സജ്ജമാണ് എന്നുള്ള. അങ്ങനെയുള്ള കെട്ടിപ്പെരുപ്പിക്കപ്പെട്ട എന്തെങ്കിലും ഭാവം ക്യൂബയ്ക്കുണ്ടോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ക്യൂബയുടെ ഒരു വികസന രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ, പാശ്ചാത്യ വികസന രീതിയിൽ നിന്ന് ഭിന്നമായത് ലെനിനെ വിമർശിച്ചുകൊണ്ട് മുതലാളിത്ത വികസനമാണോ സോവിയറ്റ് യൂണിയൻ നടപ്പാക്കിയത് എന്നുള്ള ഒരു വിമർശനത്തിൽ നിന്നാണ് അദ്ദേഹം തുടങ്ങുന്നത്. അതിൻ്റെ ലെനിൻ എന്ത് നടപ്പാക്കിയ ചരിത്ര സന്ദർഭങ്ങളെ നോക്കുമ്പോൾ അന്നത് ഒരു അനിവാര്യമായിരിക്കാം. പക്ഷെ നമ്മൾ കാസ്ട്രോ അതിൽ നിന്ന് പാഠം പഠിക്കാൻ വളരെ ധീരമായ ശ്രമം നടത്തിയിട്ടുണ്ട്. ആ മുതലാളിത്ത വികസന രീതിയിൽ നിന്ന് ഭിന്നമായി സ്റ്റേറ്റിൽ കേന്ദ്രീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ സ്റ്റേറ്റിസം. അത് വലിയ അക്ഷരാർത്ഥത്തിൽ വികേന്ദ്രീകരണം. അതെ, വികേന്ദ്രീകരണം. നമ്മളിപ്പം രണ്ട് എക്കണോമിയാണ് നമ്മളെ വിഭാവനയുള്ളത്. ഒന്ന് പ്രൈവറ്റ് സെക്ടർ, മറ്റൊന്ന് പബ്ലിക് സെക്ടർ. പൊതുമേഖല എന്ന് നമ്മൾ ഇതുവരെ വിളിച്ചു വന്നത് സർക്കാർ കൈവശം വെക്കുന്നതിനെയാണ് നമ്മൾ കൈവശം. നികുതി കൊടുക്കുന്ന കള്ളന്മാരെ നമ്മൾ അംബാനി എന്നും അദാനി എന്നും വിളിക്കും. നികുതി കൊടുക്കാത്ത കള്ളന്മാരെ കള്ളപ്പണക്കാരെന്ന് വിളിക്കും. ഇതിൻ്റെ ഒരു വലിയൊരു വൈരുദ്ധ്യമുണ്ട്. നമ്മൾ മാർക്സിസ്റ്റ് തിയറിറ്റിക്കലായിട്ട് നമ്മളൊന്ന് അനാലിസിസ് ചെയ്ത് നോക്കണം. നികുതി കൊടുക്കുന്നത് കൊണ്ട് ചൂഷണം ഇല്ലാതാവുന്നുണ്ടോ? നികുതി കൊടുക്കുന്നത് കൊണ്ട് മാത്രം ഒരു മുതലാളി എവിടെ നിന്നാണ് പണം ഉണ്ടാക്കുന്നത് എന്ന് നിയമപരമായി സോഴ്സ് കൊടുക്കുന്നതുകൊണ്ട് അവൻ തൊഴിലാളികളുടെ അധ്വാന ശക്തി ചൂഷണം ചെയ്യുന്നു, ജനങ്ങളെ മുഴുവൻ വഴിയാധാരമാക്കുന്നു, ഭൂമിയിൽ നിന്ന് പുറത്തെറിയുന്നു. ഇതൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പം നമ്മൾ പഴയ പബ്ലിക് സെക്ടർ കൺസെപ്റ്റ് മാറ്റേണ്ടിയിരിക്കുന്നു. കാസ്ട്രോയിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതിൽ നിന്നുമാണ്. അതായത് പൊതുമേഖല എന്ന് പറയുന്നത് സ്റ്റേറ്റ് കൈവശം വെക്കുന്ന മേഖലയല്ല, മറിച്ച് ജനങ്ങൾ കൈവശം വെക്കുന്ന അധികാര കേന്ദ്രങ്ങളായിരിക്കണം. അതാണ് നമ്മളിവിടെ പറയുന്ന നെഗ്രിയൊക്കെ പറയുന്നത് പോലെ നിലാവും ഇതുപോലെ തന്നെ ഭാഷയും പൊതു സ്വത്തായിരിക്കുന്നത് പോലെ നമ്മൾ ഈ ഭൂമി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ പൊതുവായ സ്വത്താണ്. അവിടെ ഭരണകൂടം അധികാരം കേന്ദ്രീകരിക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ കേരളത്തിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ എവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ വേലി കെട്ടിയിരിക്കും. മനോഹരമായ സ്ഥലങ്ങളിലൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ.
സ്റ്റേറ്റിൻ്റെ സെൻറ്ററാക്കി മാറ്റിയിരിക്കുന്നത്. സ്വപ്ന ഭൂമികൾ എന്ന് പറഞ്ഞുകൊണ്ട്, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രകൃതി വിഭവ കേന്ദ്രങ്ങളെല്ലാം തന്നെ സ്റ്റേറ്റിൻ്റെ കൺട്രോളിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു രാഷ്ട്രീയമായ കോൺസെപ്റ്റിനെ പറ്റി കൂടുതൽ ഗഹനമായി ചിന്തിക്കേണ്ടതുണ്ട്. അതായത് സ്റ്റേറ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വികസനമല്ല നമ്മൾ നൽകുന്നത്. പൊതുമേഖല എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ മേഖലയല്ല, മറിച്ച് ജനങ്ങൾ നിയന്ത്രിക്കുന്ന ജനാധികാര കേന്ദ്രങ്ങളാണ്. റഷ്യയിലൊക്കെ കമ്മ്യൂണുകളെ പറ്റി കമ്മ്യൂൺ ഒരു പക്ഷേ ആ കമ്മ്യൂണൊക്കെ ഇവിടെ വളരെ വലതുപക്ഷ ശക്തികൾ, അവരുടെ കണ്ണിലെ വലതുപക്ഷ ശക്തികൾ അതൊക്കെ കടമെടുത്ത് കഴിഞ്ഞു. ശ്രീ വേണുഗോപാൽ, അതായത് ഭാഷയുടെ കാര്യം നാം പറഞ്ഞു, പക്ഷേ താങ്കൾ പോകാൻ പോകുന്ന നിമിഷം കൂടി ആയതുകൊണ്ട് ഒരുപക്ഷെ ഭാഷ എന്നതിന് വലിയ മാനങ്ങളുണ്ട് ഈ അർത്ഥത്തിൽ. അതായത് ഹിരോഷിമയിൽ ബോംബിട്ടതിന് ശേഷം നാഗസാക്കിയിൽ ബോംബിടുന്നതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന ചില ദിവസങ്ങൾക്ക് ജപ്പാൻ അപ്പോൾ തന്നെ മാപ്പ് പറഞ്ഞു. പക്ഷേ നാഗസാക്കിയിലെ ഫ്യൂഷൻ കൂടി പരീക്ഷിക്കാനായി അമേരിക്ക ഇട്ടതിന് ശേഷം അമേരിക്ക അതിന് പറഞ്ഞത് ജപ്പാൻ മാപ്പ് പറഞ്ഞ് കീഴടങ്ങി എന്നത് പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അവർ ജപ്പാനീസ് ഭാഷയിലാണ് പറഞ്ഞത്. ലോകത്തിൽ ഇത്രയേറെ വ്യക്തിപരമായി കൂടി അത് വായിക്കുമ്പോൾ വളരെ രോഷം ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഭാഷയ്ക്കൊരു സ്വഭാവമുണ്ട്. ഒരുപക്ഷേ ഫിദലിനെ ശ്രദ്ധിച്ചു നോക്കൂ. ഫിദൽ ഒരിക്കലും അത്തരം ഇംഗ്ലീഷ് ഭാഷയല്ല, കോളനിവൽക്കരിക്കപ്പെട്ട സ്പെയിൻ ഭാഷയാണ് അവിടെ രൂപം കൊണ്ടത്. ആ ഭാഷ ഉപയോഗിച്ച് തന്നെ, നേരത്തെ ആരോ ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു, ആ ഭാഷ ഉപയോഗിച്ച് തന്നെ പറഞ്ഞു. ഒരിക്കൽ പോലും ഇംഗ്ലീഷിനെ അതിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവരാനും ശ്രദ്ധിച്ചതുമില്ല. ഒരുപക്ഷെ ആ ഭാഷയായിരിക്കും ഒരുപക്ഷെ നമുക്ക് വളരെ വളരെ കമ്മ്യൂണിക്കേറ്റീവായി തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കൊണ്ട്. അങ്ങനെ ഭാഷയ്ക്ക് ഒരു വലിയ രാഷ്ട്രീയമുണ്ട്, പ്രത്യേകിച്ച് നോം ചോംസ്കിയൊക്കെ സൂചിപ്പിച്ച സാഹചര്യത്തിൽ കൂടി. ഈ ഭാഷയ്ക്ക് വലിയ പങ്കുണ്ട്. ഭാഷേനിപ്പോൾ ഈ നമുക്കറിയാം, ഈ ആഗോളവൽക്കരണ കാലഘട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് ഇങ്ങനെ സാമ്രാജ്യത്വത്തിൻ്റെ ഭാഷയായിട്ട് മാറിക്കൊണ്ടിരിക്കും. നമ്മളും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇന്ത്യയിലിപ്പോൾ വിദ്യാഭ്യാസ രംഗത്തും മറ്റ് വിനിമയ രംഗത്തുമൊക്കെ തന്നെ ഈ മറ്റേ പ്രാദേശിക ഭാഷയേക്കാൾ കൂടുതൽ ഇംഗ്ലീഷ് പ്രോത്സാഹിപ്പിക്കപ്പെടുക, ഇംഗ്ലീഷ് പഠിച്ചാൽ മാത്രമേ അന്തസ്സുള്ളൂ എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മധ്യവർഗ വിദ്യാർത്ഥികൾ, കുട്ടികൾ, അവരുടെ രക്ഷിതാക്കളൊക്കെ തന്നെ മാറിപ്പോവുക. സ്വന്തം മക്കൾ ഇംഗ്ലീഷ് പറയുന്നതിൽ വലിയ അഭിമാനം കൊള്ളുക, മലയാളം അറിയില്ല എന്ന് പറയുന്നത് വലിയ അഭിമാനമായി കാണുക എന്ന രീതിയിലേക്കൊക്കെ ഇപ്പോൾ ഭാഷ മാറുന്നുണ്ട്. അപ്പോൾ ഭാഷ സ്വാഭാവികമായിട്ടും ഈ സമരത്തിനെതിരായ ഈ സമരത്തിൽ ഒരു ഉപയോഗിക്കപ്പെടേണ്ട ഉപകരണം തന്നെയാണ് എന്ന് കരുത്തർക്കല്ലേ. അപ്പോൾ അതിനെ നന്നായി ഉപയോഗപ്പെടുത്താൻ കാസ്ട്രോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാസ്ട്രോയുടെ ഇംഗ്ലീഷ് പ്രസംഗം നമ്മൾ കേട്ടില്ല. അദ്ദേഹം മാതൃഭാഷയിൽ സംസാരിക്കുള്ളൂ. അതേപോലെ മാതൃഭാഷയിൽ സംസാരിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരും അഭിമാനത്തിൻ്റെ പ്രശ്നമായിട്ട് എടുക്കാൻ വേണ്ടി തയ്യാറാവണം. നമ്മളിപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം ഭാഷ ഔദ്യോഗിക ഭാഷയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് മലയാളം പഠിക്കുന്നത് നിർബന്ധമാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതേപോലെ PSCയിൽ നടക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ഈ ആഗോളവൽക്കരണത്തിനെതിരായ സമരത്തിൻ്റെ ഭാഗമായി ഭാഷയെ ഉപയോഗപ്പെടുത്തുന്നതാണ് എന്ന് കാണണം. പക്ഷേ എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും അങ്ങനെ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലർക്കും ഇല്ല. സ്വന്തം മക്കൾ ഇംഗ്ലീഷ് പറയുന്നതാണ് അഭിമാനം എന്ന രീതിയിലേക്ക് പലരും പോകുന്നുണ്ട്. അതാണ് അറിവിന്റെ കൂടുതൽ കാര്യങ്ങളും ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആ ഭാഷയോടുള്ള വിയോജിപ്പല്ല, അത് സങ്കുചിതമായ വാദമാണ്. മറിച്ച് മാതൃഭാഷയ്ക്ക് പകരമായി മാതൃഭാഷ മ്ലേച്ഛമാകുന്ന ഒരു സംസ്കാരത്തിൻ്റെ രൂപം കൊള്ളലിൽ എങ്ങനെ കാസ്ട്രോ പ്രസക്തമാകുന്നു എന്നത് കൂടി നമുക്ക് അടുത്ത ഘട്ടത്തിൽ പരിശോധിക്കാം, ചർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലേക്ക്. തീർച്ചയായും ചർച്ച പുരോഗമിക്കുകയാണ്. കാസ്ട്രോ ഉയർത്തിയ വിവിധ ഘട്ടങ്ങളിലുള്ള വിപ്ലവ സ്മരണകൾ. ഒരുപക്ഷെ ശ്രീ സത്യൻ, വിപ്ലവമെന്നും അല്ലെങ്കിൽ ഉദാരീകരണമെന്നും ആഗോളീകരണമെന്നും ഒക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ സാധാരണ ജനം വേറെ ഏതോ ഒരു ഭാഷയായി തോന്നിയേക്കാം. ഒന്നുമില്ല, ചൂഷണത്തെ കേന്ദ്രീകൃതമാക്കുന്ന ഒരു വ്യവസ്ഥയ്ക്കെതിരായ സമരം, അല്ലെങ്കിൽ അധ്വാനം എന്നതിനെ മൂലധനത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വലിയൊരു ശക്തിയാണ് അധ്വാനം, നമ്മുടെ മാൻ പവർ എന്നത് കാണുന്നത് എന്നതാണ്. നമ്മൾ സിമ്പിളായി അത് പറയാം, വലിയ വാക്കുകൾ വേണ്ട. ഒരുപക്ഷെ അവിടേക്ക് ഭാഷ എത്തുന്നു എന്നതാണ്. കാസ്ട്രോവും ഭാഷയും അതിലെ ഇടതുപക്ഷ ചിന്തയും നമുക്ക് ചർച്ചയെ ആ രീതിയിൽ കൂടി വിന്യസിപ്പിക്കാം. ഭാഷ എന്ന് പറയുമ്പോൾ ഭാഷ എന്ന് പറയുന്നത് അതിൻ്റെ ഘടനാപരമായ തലത്തിൽ മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിന് ഘടനാപരമായ കാര്യങ്ങളൊക്കെയാണ് നോം ചോംസ്കി. അതെ, അതിൻ്റെ ഒരു ലിംഗ്വിസ്റ്റിക്സിലേക്ക് ഞാൻ പോകുന്നില്ല. മറിച്ച് പിന്നെ ഭാഷ എന്ന് പറയുന്നത് മനുഷ്യരുടെ മനസ്സുമായിട്ടുള്ള ഒരു സംവേദനം ചെയ്യപ്പെടുന്നതിന് പകരം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇൻഫർമേഷൻ്റെ യുഗമാണ്. അറിവുകൾ എന്ന് പറയുന്നത് ഒരു കൃത്രിമമായ രീതിയിലേക്ക് മനുഷ്യൻ്റെ IQ സങ്കല്പം വരികയാണ്. ഇപ്പോൾ നമ്മുടെ സെബാസ്റ്റ്യൻ പോൾ കൂടി ചേരുകയാണ്.
ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഈ ഘട്ടത്തിൽ താങ്കൾ എത്തിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു മുഹൂർത്തം കൂടിയാണ്. ഒരുപക്ഷെ കാസ്ട്രോവിനെ വല്ലാത്ത വിധം ലോകം അനുസ്മരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇന്ന് ഇന്ത്യയിൽ രൂപം കൊള്ളുന്ന അനീതി, ഇന്ത്യയിലടക്കം വിവിധ രാജ്യങ്ങളിൽ ഭരണാധികാരികൾ ചുമത്തുന്ന ആ ഹുങ്ക്, ഇവയ്ക്കൊക്കെ എതിരെ കാസ്ട്രോ എന്ത് സമ്മാനമാണ് നൽകിയത്? കാസ്ട്രോയെ ഈ ഘട്ടത്തിൽ അനുസ്മരിക്കുമ്പോൾ താങ്കളും കൂടി. ഒരുപക്ഷെ അമേരിക്കയിലെ നിയുക്ത പ്രസിഡന്റ് ആ. ഡൊണാൾഡ് ട്രംപ് ഒഴികെ ലോകത്തെല്ലായിടത്തും എല്ലാ അഭിപ്രായ ഗതികളിലും പെട്ടവർ കാസ്ട്രോയെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് അനുസ്മരിക്കുന്ന ഒരു സന്ദർഭമാണിത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇത് വേണ്ടത്. കാസ്ട്രോ എന്നത് ക്യൂബ എന്ന ചെറിയ ഒരു കരീബിയൻ രാജ്യത്തിന്റെ മേധാവി എന്ന നിലയിലോ വിമോചകൻ എന്ന നിലയിലോ അല്ല ലോകം ഓർമ്മിക്കുന്നത്. മറിച്ച് കാസ്ട്രോ എന്ന പേര് കേൾക്കുമ്പോൾ മറ്റു ചില ആശയങ്ങൾ, നിലപാടുകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. നമുക്ക് മുന്നിൽ ഒരു ശത്രുവുണ്ട്. ആ ശത്രു കരുത്തനാണ്. എത്ര കരുത്തനായ ശത്രുവിനെയും നിശ്ചയദാർഢ്യം കൊണ്ട് നേരിടാം, കീഴ്പ്പെടുത്താം എന്ന സന്ദേശം ആണ് കാസ്ട്രോ നൽകുന്നത്. കാസ്ട്രോയും അദ്ദേഹത്തിന്റെ ക്യൂബയിലെ വിപ്ലവ വീര്യമുള്ള ജനതയും നൽകുന്നത് അതാണ്. ആ സന്ദേശത്തിന് ഇന്ന് വലിയ പ്രസക്തിയുണ്ട്. ലോകത്തെവിടെയും ജനാധിപത്യം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ ജനാധിപത്യത്തിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏകാധിപത്യ പ്രവണതകൾ ശക്തിയാർജിക്കുന്ന ഒരു കാലം. കാസ്ട്രോയുടെ വിപ്ലവകാലത്ത് ആഗോളീകരണമില്ലായിരുന്നു. അന്ന് സാമ്രാജ്യത്വം മാത്രമായിരുന്നു. പക്ഷെ ആ സാമ്രാജ്യത്വം പുതുരൂപം പ്രാപിച്ച് ഇന്ന് ആ സാമ്പത്തിക സാമ്രാജ്യത്വം, അതിനുള്ള ആഗോളീകരണം എന്നൊക്കെ നമ്മൾ പറയുന്നത്, ആ അവസ്ഥയിൽ ലോകം എത്തി നിൽക്കുമ്പോൾ എന്തിനേയും നിശ്ചയദാർഢ്യമുള്ള ജനതയ്ക്ക് വിജയകരമായി നേരിടുന്നതിന്, എല്ലാ അപകടങ്ങളെയും പരാജയപ്പെടുത്തുന്നതിന് ഉള്ള പ്രാപ്തി ഉണ്ട്. ആ ശുഭപ്രതീക്ഷയാണ് ചരിത്രത്തിലുടനീളം നമുക്ക് വേണ്ടത്. ആ ശുഭപ്രതീക്ഷയാണ്. ആ ശുഭപ്രതീക്ഷയാണ് കാസ്ട്രോ എന്ന പേര് കേൾക്കുമ്പോൾ ഇന്ന് ലോകത്തിന് ഉണ്ടാകുന്നത്. അതാണ് ഒരു കാര്യം കൂടി ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അതായത് നിയമത്തെ സാധാരണക്കാരനെതിരാക്കുക. ഇന്നലെ പാർലമെന്റിൽ പോലും അവതരിപ്പിക്കപ്പെട്ട ബില്ല് രാഷ്ട്രപതിയുടെ പോലും സമ്മതമില്ലാതെ അവതരിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ നിയമങ്ങളെയും നീതികളെയും നിയമനിർമ്മാണങ്ങളെയും ഒക്കെ സ്വാർത്ഥമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു കാലം ഒരു സൈഡിൽ. അത് രണ്ടാമത്തെ വശം എന്നത് വലിയ രീതിയിൽ ഭീകരമായ തരത്തിൽ ജനത്തെ അവിശ്വസിക്കുന്ന ഒരു കാലം. മൂന്നാമത്തെ തലം സഹകരണ മേഖലയെ അടക്കം കുഴിച്ചു മൂടുന്ന ഒരു കാലം. ഈ കാലത്തൊക്കെയാണ് ക്യൂബൻ മാതൃക അല്ലെങ്കിൽ കാസ്ട്രോ പടുത്തുയർത്തിയ മാതൃക പ്രസക്തമാകുന്നത്. ജനങ്ങളെയും ജനസംരംഭങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടാണ് ആ ഭരണാധികാരി രാജ്യത്തോട് സംവദിച്ചത്, ലോകത്തോട് സംവദിച്ചത്. ഒരുപക്ഷെ ഇന്ത്യയുടേതടക്കം എല്ലാ ഭരണാധികാരികളും കാസ്ട്രോയെ മാതൃകയാക്കുന്നതിൽ തെറ്റുണ്ടോ? അത് ജനാധിപത്യത്തിലൂടെ ഏകാധിപത്യം കടന്നു വരിക, ഭരണഘടനയിലൂടെ നിയമരാഹിത്യം കടന്നു വരിക, അങ്ങനെ വിചിത്രമായ സാഹചര്യങ്ങളും അവസ്ഥകളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ അപകടങ്ങളൊക്കെ കാസ്ട്രോ എങ്ങനെ നേരിട്ടു. കാസ്ട്രോ നേരിട്ടത് ആദ്യം സ്വന്തം നാട്ടിലെ ഏകാധിപത്യത്തെ, പിന്നീട് അമേരിക്കയുടെ സാമ്രാജ്യത്വത്തെ. അദ്ദേഹം നേരിടേണ്ട പ്രാപ്തി ഉണ്ടായത് ജനങ്ങൾ അദ്ദേഹത്തിൽ അർപ്പിച്ച വിശ്വാസമാണ്, അദ്ദേഹത്തിനുണ്ടായിരുന്ന വിശ്വാസ്യതയാണ്. അപ്പോൾ നമുക്ക് വലിയ തോതിലുള്ള ജനകീയ പ്രതിരോധം പടുത്തുയർത്തേണ്ട സന്ദർഭത്തിലൂടെ വിവരിക്കപ്പെട്ടതുപോലുള്ള സന്ദർഭങ്ങളിൽ വിശ്വാസ്യതയുള്ള നേതൃത്വം അവർ മുന്നിലുണ്ട് എങ്കിൽ പിന്നിൽ ജനങ്ങൾ അണിനിരക്കും. ജനങ്ങൾക്ക് അവരിൽ വിശ്വാസം വേണം. അങ്ങനെ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ഒരു ജനം അണിനിരക്കുമ്പോൾ ആ ജനത്തിന് ജനാധിപത്യ വിരുദ്ധമായ എല്ലാ നീക്കങ്ങളെയും തകർക്കാൻ കഴിയും. അവർ വിമോചനത്തിന്റെ പാതയിലൂടെ തന്നെ സഞ്ചരിക്കും. അതാണ്. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിനും ഒപ്പം കാസ്ട്രോവിനെ അനുസ്മരിച്ചതിനും ശ്രീ സെബാസ്റ്റ്യൻ പോൾ. നമ്മുടെ ചർച്ച പൂർണ്ണമാകുന്ന ഘട്ടത്തിൽ അവസാനമായി കാസ്ട്രോയെ ഒരിക്കൽ കൂടി അനുസ്മരിക്കാം. ശ്രീ വേണുഗോപാൽ, എങ്ങനെ കാസ്ട്രോ മാതൃകയാകണം ലോകത്തിന്? കാസ്ട്രോ സമം തളരാത്ത പോരാളി. അതാണ് ഈ കാസ്ട്രോനെ കുറിച്ച് എനിക്ക് തോന്നിയുള്ള അഭിപ്രായം. ഒരു കാലത്തും നിർത്താതെ നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ വ്യക്തിത്വമായിരുന്നു കാസ്ട്രോ. ആ പോരാട്ടം ഏറ്റെടുക്കാൻ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, വിമോചന പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനത്തിന് സാമ്രാജ്യത്വ വിരുദ്ധ ശക്തികൾ ഒക്കെ തന്നെ തയ്യാറാവേണ്ട ഒരു കാലഘട്ടമാണിത്. ആ പോരാട്ടം തീർച്ചയായും മുന്നോട്ട് പോകും എന്ന വിശ്വാസം തന്നെയാണ് അക്കാര്യത്തിൽ എനിക്കുള്ളത്. തീർച്ചയായും സത്യൻ, അതായത് പച്ചമണ്ണിലെത്തുമ്പോൾ മാത്രമേ എനിക്ക് വിശ്രമമുള്ളൂ എന്ന് പറഞ്ഞ ഒരു യഥാർത്ഥ വിപ്ലവകാരി. ഒരുപക്ഷെ ജനാധിപത്യ വിരുദ്ധമാകാതെ അല്ലെങ്കിൽ നിയമവിരുദ്ധമാകാതെ കൃത്യമായി സമരമാർഗങ്ങൾ രൂപപ്പെടുത്തി
പാവപ്പെട്ടവൻ്റെ വരെ വിമോചനം സാധ്യമാക്കുന്ന ഒരു വലിയ മാതൃക എന്നിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഉദ്ദേശിക്കുന്ന ആശയത്തിൻ്റെതാണെന്ന് ഉറക്കെ വിളിച്ചു പറയാതെ പറഞ്ഞ കാസ്ട്രോവിനെ എങ്ങനെയാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ താങ്കൾക്ക് ഇപ്പോൾ അനുസ്മരിക്കാനാകുന്നത്? ശ്രീ സത്യൻ. ഇന്ത്യൻ സാഹചര്യത്തിൽ കാസ്ട്രോയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളേണ്ടത് മൂലധനത്തിൻ്റെ ആധിപത്യം ഏറ്റവും ഭീകരമായിക്കൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ ഭരണകൂടം ജനങ്ങളെ വലിയ രീതിയിൽ ഭിന്നിപ്പിക്കുകയും വ്യാമോഹത്തിൽ കുരുക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. വെളുത്തതിനെ എല്ലാം തന്നെ മോശമാക്കുകയും കറുത്തതാക്കുകയും കറുത്തതിനെ വെളുത്തതാക്കുകയും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കറുപ്പ് നിറം എന്നുള്ള അർത്ഥത്തിലല്ല, ഈ എല്ലാറ്റിനെയും തലതിരിച്ചിടുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഭരണകൂടത്തെ ജനങ്ങളിൽ നിന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ഫാസിസത്തിനൊരു സമ്മതി. അത് സൈക്കോളജിസ്റ്റുകളൊക്കെ ഭരണാധികാരിയെ കാണുന്ന അപകടകരമായ ഒരു മാനസികാവസ്ഥ ജനങ്ങൾക്ക് കൈവരും. അത് എത്രത്തോളം നമ്മളെ വേട്ടയാടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ദുരന്ത ഫലം വലുതായിരിക്കും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ. അപ്പം അതിനെതിരായുള്ള ജാഗ്രതയാണ് കാസ്ട്രോയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. അല്ല, കാസ്ട്രോയിലേക്ക് നമ്മൾ ഇനിയിപ്പം പോയിട്ട് അതാണ് കാസ്ട്രോയെ അനുസ്മരിക്കുമ്പോൾ കാസ്ട്രോ തന്നെ കൊളുത്തിവെച്ച ഒരു വലിയ ഫയറുണ്ട്. ജനാധിപത്യ മാർഗത്തിൽ രൂപപ്പെടുന്ന അത്തരം സമരങ്ങളെ, ജനകീയമായ സമരങ്ങളെ കൂടി സന്നിവേശിപ്പിക്കാനും അതിനെ സർഗാത്മക തലത്തിലേക്ക് ഉയർത്താനുമുള്ള വലിയൊരു മാർഗം. ഒരുപക്ഷെ അതാണ് കാസ്ട്രോ കൂടുതൽ ജനകീയനായത്. ഇരുമ്പ് ചട്ടക്കൂടുകൾക്ക് അതീതമായി ക്യൂബയെ ലോകത്തോട് സംവദിപ്പിക്കാൻ സഹായിച്ച ആ മഹാനായ വ്യക്തി ലോക വിപ്ലവകാരി കൂടിയാകുന്നത് അങ്ങനെയാണ്. കാസ്ട്രോയെ അനുസ്മരിച്ച് ഹവാനയുടെ തെരുവീതികൾ കണ്ണീരടിയുമ്പോൾ, ലോക നേതാക്കന്മാർ ഹവാനയിലേക്ക് ഒഴുകുമ്പോൾ തീർച്ചയായും ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു.